Welcome everyone to my Lodestar YouTube channel. ഇന്ന് നമ്മൾ 6th ക്ലാസ്സിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ 8th ചാപ്റ്ററായ എസ്എ ഇലെ പാഠ്യപുസ്തകಕ್ಕೆ പ്രശ്ന അഭ്യാസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പിന്നെ ഭാഷാ കി ബാത്തിലെ ഗ്രാമർ നമ്മളെല്ലാം ഇന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ. അപ്പം ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. सड़क के किनारे एक सुंदर फ्लैट में बैठक का दृश्य. उसका एक दरवाज़ा सड़क वाले बरामदे में खुलता है. उस पर एक फ़ोन रखा है. इस बैठक की पूरी तस्वीर बनाओ. അപ്പം ആ ഒരു ഈ ചാപ്റ്ററിനകത്ത് തന്നെ ആദ്യം പറയുന്നത് ഈ നാടകം തുടങ്ങുന്ന സമയത്ത് ആ സ്റ്റേജിലുള്ള ദൃശ്യങ്ങൾ അല്ലേ, ഒരു ഫ്ലാറ്റിലെ ഒരു ഡ്രോയിങ് റൂമിനകത്തുള്ള സ്വീകരണ മുറിയിലുള്ള ദൃശ്യങ്ങളാണ് ഈ നാടകത്തിൻ്റെ ആദ്യം സ്റ്റേജിനകത്ത് കാണിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യനും. സടക്ക് കെ കിനാരി, റോഡിനരികത്തുള്ള ഏക്ക് സുന്ദർ ഫ്ലാറ്റുമേം ബൈഠക് കാ ദൃശ്യ, ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഫ്ലാറ്റിലെ സ്വീകരണ മുറിയിലെ ദൃശ്യങ്ങൾ. ഉസ്ക ഏക്ക് ദർവാസ സടക്ക് വാലെ ബരാമദേമേം ഗുൽത്താ ഹെ, അതിൻ്റെ ഒരു ഡോറ് എപ്പോഴും ഓപ്പൺ എന്ന് പറയുന്നത് റോഡിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ വഴിയിലേക്ക് നോക്കിയിട്ട് ആയിരിക്കും എല്ലാ വീടിൻ്റെയും ഡോറ് ഓപ്പൺ ആകുന്നത് അല്ലേ. അപ്പം ആ ഒരു ഡോറ്. ഉസ്പർ ഏക്ക് ഫോൺ റഖാ ഹെ, അപ്പം ആ ഡോറിനകത്തുകൂടെ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പം ആദ്യത്തെ മുറിയിലേക്ക് ഹാളിലേക്ക് ചെല്ലുമ്പം അവിടെ ഫോൺ വെച്ചിട്ടുണ്ട്. ഈസ് ബൈഠക് പൂരി തസ്വീർ ബനാവോ, അപ്പം നമ്മളോട് ആ ഒരു മുറിയിൽ മാക്സിമം ആ ഡ്രോയിങ് റൂമിനകത്ത് സജ്ജീകരണങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഡ്രോയിങ് റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുണ്ടാവുക, എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു പിക്ചറാണ് ഇവിടെ നൽകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കെന്ന് ആൻസർ നോക്കിയാലോ. ഉത്തർ, ബൈഠക് മീം ഫറിഷ് പർ കാലീൻ ബിച്ചാ ഹെ. അപ്പം ബൈഠക് മീം അവിടെ ഇരിക്കുന്ന ആ സീറ്റിൽ, അതായത് ആ മുറിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഹാളിൽ. ഫറിഷ് പർ, ആ തറയിൽ. കാലീൻ ബിച്ചാ ഹെ അല്ലേ, അവിടെ നല്ല ഭംഗിയുള്ള പരവതാനി വിരിച്ചിരിക്കുന്നു. ഇസ്കെ ഊപ്പർ സോഫ സെറ്റ് റഖാ ഹെ, അതിന് മുകളിലായിട്ടാണ് സോഫ സെറ്റ് വെച്ചിരിക്കുന്നത്. കോനെ മേം തിപ്പാഹി പർ ഫൂൽധാൻ സജാ ഹെ, അവിടെ ഒരു കോർണറിലായിട്ട് ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഫൂൽധാൻ സജാ ഹെ അല്ലേ, എന്താണ്, ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ട്. ദൂസരെ കോനേമേം ടേബിൾ ലാമ്പ് റഖാ ഹെ, മറ്റൊരു കോർണറിൽ ഒരു ടേബിൾ ലാമ്പ് വെച്ചിട്ടുണ്ട്. കമരേക്ക് ബീച്ച് മേം ശീശേക്ക് മേസ് റഖി ഹെ, കമരേക്ക് ബീച്ച് മേം, ആ മുറിയുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു മേശ വെച്ചിരിക്കുന്നു. മേസ് പർ അഖ്ബാർ ഓർ പത്രികായം രഖി ഹെ, ആ മേശയ്ക്ക് മുകളിലായിട്ട് ന്യൂസ് പേപ്പേഴ്സും പിന്നെ അതുപോലെ മാസികകളും ഒക്കെ വെച്ചിരിക്കുന്നു. मेज़ पर अखबार और पत्रिकाएं रखी है. दीवार पर 2 सुंदर पेंटिंग टकी हुई है. അപ്പം അവിടുത്തെ വാളിൽ 2 ഭംഗിയുള്ള പെയിൻറ്റിങ്സും തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരുടെ വീട്ടിലും ഒരു സ്വീകരണ മുറി എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ഇരിക്കാനായിട്ടുള്ള സോഫ സെറ്റ് ഉണ്ടാകും. പിന്നെ അവിടെ ഒരു ടീപ്പോയ് ഉണ്ടാകും. ആ ടീപ്പോയ്ക്ക് മേലെ ഫ്ലവർ വേസ് ഉണ്ടാകും. പിന്നെ ന്യൂസ് പേപ്പേഴ്സും പത്രികയൊക്കെ വെക്കാനുള്ള ടേബിൾ ഉണ്ടാകും. പിന്നെ മേശ ഉണ്ടാകും. പിന്നെ ഫോൺ വെച്ചിട്ടുണ്ട്. ഫോണൊക്കെ എപ്പോഴും ഹാളിൽ തന്നെയാണ് വെക്കുക അല്ലേ, ഫോൺ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഏതാണ്ട് ഒരു എല്ലാ വീട്ടിലെയും ഒരു സ്വീകരണ മുറിയിലെ അവസ്ഥ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാ മോഹൻ കെ ऐसे कहने पर क्यों घबरा रही थी അല്ലേ. അമ്മ മോഹൻ ऐसे അവൻ്റെ വയറുവേദന അല്ലേ, ऐसे होता है അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ऐसे എന്ന് പറയുന്നത് കൊണ്ട് അമ്മ ഒരുപാട് പരിഭ്രമിച്ചു പോയില്ലേ, ഇത് എന്ത് വയറുവേദനയാണ്, എന്താണ് മോന് പറ്റിയത്, എന്ത് തരം വേദനയാണെന്നറിയാതെ അവരാകെ വല്ലാതെ പരിഭ്രമിച്ചു പോയി. അപ്പോൾ ആ പരിഭ്രമിക്കാനുള്ള കാരണമാണ് ഇവിടെ ചോദിക്കുന്നത്.
ആൻസർ നോക്കാം. മാഖ ഘബറാന സ്വാഭാവിക് ധ. അമ്മ പരിഭ്രമിക്കുക, അമ്മയുടെ പരിഭ്രമം സ്വാഭാവികമാണ്. ക്യോംകി എന്തുകൊണ്ടെന്നാൽ മോഹൻ കുച്ച് ബതാത്ത ഹി നഹി ധ. മോഹൻ ഒന്നും തന്നെ പറയുന്നില്ല. ബസ് ഏസേ ഏസേ കിയാ ജാ രഹാ ഥ. എപ്പോഴും അവൻ പറയുന്ന ഒരേ ഒരു കാര്യം ഏസേ ഏസേ എന്നുള്ള കാര്യം മാത്രമല്ലേ. ഇങ്ങനെ എനിക്ക് ജസ്റ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് എനിക്ക് വയറ് വേദനിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയെന്ന് മാത്രം ഏസേ ഏസേ ഹോത്താ ഹേ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും കേൾക്കുന്നവർക്ക് ഒരു പിടിയും കിട്ടത്തുമില്ല, എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഒരു പരിഭ്രമം തോന്നും. മാനെ സോച്ചാ പത്താ നഹി യഹ് കോൺസി ബിമാരി ഹേ ഓർ കിത്നി ഭയങ്കർ ഹേ. മാനെ സോച്ച, അപ്പം അമ്മ ആലോചിക്കുകയാണ്, പത്താ നഹി യഹ് കോൺസാ ബിമാരി ഹേ, അറിയാൻ പറ്റുന്നില്ല ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഓർ കിത്നി ഭയങ്കർ ഹേ, എത്ര ഭയങ്കരമാണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഡിസീസ് ആണെന്നും അറിയാൻ പറ്റുന്നില്ല. ഇസ്ലിയെ മോഹൻ കി മാ ഘബറാ ഗയി തി. അതുകൊണ്ടാണ് മോഹൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കാനുള്ള പരിഭ്രമിക്കാനുള്ള ഒരു കാരണം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ऐसे कौन कौन से बहाने होते हैं जिन्हें मास्टर जी एक ही बार सुनकर समझ जाते हैं. ऐसे कुछ बहानों के बारे में लिखो. അപ്പം ऐसे कौन कौन से बहाने होते हैं, ഇങ്ങനെ നമ്മൾ ഓരോ എക്സ്ക്യൂസസ് അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പം സ്കൂളിനകത്തേക്ക് ഒരു ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ സ്കൂളിലെ കാര്യങ്ങൾ പെൻഡിങ് വെച്ചത് കൊണ്ടാണ് ഇപ്പം ആർക്ക് മോഹന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു നാടകം കളിക്കേണ്ടി വന്നത് അല്ലേ. സ്കൂളിൽ പിറ്റേ ദിവസം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ലീവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നത്. അപ്പം ഇങ്ങനെയുള്ള എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ചെയ്യാറ്. ജിനെ മാസ്റ്റർ ജി ഏക് ഹി ബാർ സുൻകർ സമझ जाते हैं അല്ലേ. ഒറ്റ തവണ മാസ്റ്റർ ഇത് കേട്ടപ്പോൾ തന്നെ മാസ്റ്റർക്ക് ഇത് ഒരു ശരിക്കുള്ള ഒരു പെയിനൊന്നല്ല, അവൻ എന്താണ് ബഹാന കർ രഹേ ഹേ അല്ലെങ്കിൽ ഇതൊരു നാട്യമാണ്, അഭിനയമാണ് എന്ന് മനസ്സിലായി. ऐसे कुछ बहानों के बारे में लिखो. അപ്പം ഇതിപ്പോൾ ഒരു വയറുവേദനയായിട്ട് അഭിനയിക്കുന്നത്. ഇതുപോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ചിട്ട് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാം ആണ്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാറ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. पेट दर्द, सिर दर्द, बुखार, माता पिता के साथ कहीं जाना, माता पिता द्वारा किसी काम के लिए कहा जाना, शादी में जाना, बस छूट जाने का बहाना, माँ की बीमारी का बहाना इत्यादि अല്ലേ ഇത്യാദി. അപ്പോൾ ഇതൊക്കെയാണ് പേറ്റ് ദർദ് അല്ലേ, വയറുവേദന, സിർ ദർദ് തലവേദന. അപ്പം സ്കൂളിൽ വന്നില്ല, എന്താ വന്നില്ല, ഇന്നലെ എനിക്ക് തലവേദനയായിരുന്നു മാസ്റ്റർ അല്ലേ, അപ്പം ഇന്നലെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുപോലെ ബുഖാർ പനിയായിരുന്നു അല്ലേ. മാതാപിതാക്കെ സാത്ത് കഹീം ജാന, ഇന്നലെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു സ്ഥലം വരെ പോയിരുന്നു. മാതാപിതാ ദ്വാര കിസി കാം കേലിയെ കഹാ ജാന, അച്ഛനമ്മയും പറഞ്ഞിട്ട് ഞാനൊരു ജോലി ചെയ്തു അല്ലെങ്കിൽ ഒരു ജോലി സംതിങ് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചതുകൊണ്ട്. ഷാദിമേം ജാന, ഒരു വിവാഹത്തിന് പോയി. ബസ് ചൂട്ട് ജാനേക്ക ബഹാമ അല്ലേ, അതായത് ഇന്നലെ ഞാൻ വരുമ്പോഴത്തേനും ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ബസ് പോയി, അപ്പം അതുകൊണ്ട് എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വന്നില്ല. മാക്കി ഭീമാരി ക ബഹാന, അമ്മയ്ക്ക് ഇന്നലെ അസുഖമായിരുന്നു, അപ്പോൾ ലഞ്ച് റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ നോക്കാൻ ആരുമില്ല, അപ്പം ഞാൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചില സ്കൂളിലെ ഹോംവർക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ എക്സാംസ് ഇതിനൊക്കെ പിള്ളേർ തടിതപ്പുന്ന രീതികളാണല്ലേ. ഇനി അതിനകത്ത് അനുമാൻ ഓർ കൽപ്പന എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കത് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. स्कूल के काम से बचने के लिए मोहन ने कई बार पेट में ऐसे होने के बहाने बनाए. അപ്പം സ്കൂളിലെ ആ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഹോംവർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോഹൻ ഒരുപാട് പ്രാവശ്യം വയറിനകത്ത് ऐसे होने के बहाने बनाए. വയറിനകത്ത് ഇങ്ങനെ ചെയ്യുന്നു, വയറിനകത്ത് വല്ലാതെ വേദന എടുക്കുന്നു, അല്ലെങ്കിൽ അത് എന്താ പറയാനോ അറിയാണ്ട് ऐसे എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞു. मान लो एक बार उससे सचमुच पेट में दर्द हो गया और उसकी बातों पर लोगों ने विश्वास नहीं किया, तब मोहन पर क्या बीती होगी.
അപ്പം ഇനി യഥാർത്ഥത്തിൽ ഇപ്പം ആക്ട് ചെയ്തതാണ്. അപ്പം ഇതുപോലെ ഒരു അവസരത്തിൽ പെട്ടെന്ന് ആക്ച്വൽ മോഹന് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിച്ചില്ലെങ്കിൽ അല്ലേ മോഹൻ്റെ അവസ്ഥ എന്താകും? മോഹൻ ആ ഒരു ടൈമിൽ ഇപ്പം പറയുകയാണ്, അയ്യോ എനിക്ക് വല്ലാതെ വയറുകാണിക്കുന്നു, ശരിക്കും ആക്ച്വൽ പെയിൻ ആണിത്, പക്ഷേ ആരും നീ അന്ന് അഭിനയിച്ചല്ലേ, അപ്പോൾ അതുപോലെ വല്ലതും ആയിരിക്കും, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, നടക്ക് സ്കൂളിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞാലോ എന്തായിരിക്കും അല്ലേ? അതാണ് അത് ക്വസ്റ്റ്യൻ. आंसर നോക്കാം. स्कूल के काम से बचने के लिए मोहन ने कई बार पेट में ऐसे होने के बहाने बनाए. അപ്പോൾ സ്കൂളിലെ അതിൽ നിന്നും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോഹൻ ഒരുപാട് പ്രാവശ്യം ऐसे എന്നും പറഞ്ഞ് ആ ഒരു കാരണവും പറഞ്ഞ് കാണിച്ചു അല്ലേ. यदि किसी दिन मोहन को सचमुच पेट में दर्द हो गया तो कोई भी उसकी बात को नहीं मानेगा. ഇനി അങ്ങനെ ഒരു അവസരത്തിൽ പെട്ടെന്ന് ശരിയായിട്ടുള്ള രീതിയിൽ എന്താ പെയിൻ വന്നാൽ തന്നെ അത് ആരും വിശ്വസിക്കില്ല. ഉസ്കാ ദർദ് ബഡ്താ ജായേഗ അല്ലേ, അവൻ്റെ വേദന ഒരുപാട് കൂടിയാൽ പോലും ജോ की परेशानी का कारण बन सकता है അല്ലേ. അപ്പോൾ ഒരുപാട് വയറുവേദന കൂടി അവൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാൽ പോലും അത് അതിനൊക്കെ കാരണമാകും, അതിനൊക്കെ വഴിവെക്കുകയല്ലാതെ അവനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. यदि किसी दिन मोहन के पेट में सचमुच दर्द हुआ होगा तो लोगों ने उस पर विश्वास नहीं किया हो और यही समझा होगा कि वह बहाने बना रहा है. അപ്പം ഇനി അവന് ആക്ച്വൽ പെയിൻ വന്നാൽ പോലും ആൾക്കാർ വിചാരിക്കും ഇവനത് ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോവാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഒരു കാര്യം അഭിനയിക്കുകയാണ്, അപ്പോൾ അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കത്തില്ല. ऐसे में वह तड़पा होगा और सबको बार बार कहा होगा कि उसके पेट में सचमुच दर्द हो रहा है അല്ലേ. അപ്പോൾ അവന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പിന്നെ എല്ലാവരോടും വീണ്ടും ഉസ്കെ പേട്ട് മേം സച്മുച്ച് ദർദ് ഹോ റഹാ ഹെ, എൻ്റെ വയറ്റിനകത്ത് ശരിക്കും ഉള്ള വേദനയാണ്, ഞാൻ അഭിനയിക്കുകയല്ല, എനിക്ക് ശരിക്കും വേദനിക്കുന്നു എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. തബ് ജാക്കർ മോഹൻ കോ പതാ ചലാ ഹോഗാ കി ജൂട്ട് ബോൾനെ സെ ക്യാ നുക്സാൻ ഹോത്താ ഹെ അല്ലേ. അപ്പം മോഹന് മനസ്സിലാകും നുണ പറഞ്ഞാലുള്ള നഷ്ടം എന്താണ്. നുണ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ കബളിപ്പിച്ച് കഴിഞ്ഞാൽ, വീട്ടിലുള്ള അച്ഛനമ്മയൊക്കെ കബളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവരത് വിശ്വസിക്കത്തില്ല. ആ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് താൻ അനുഭവിക്കേണ്ടി വരിക എന്ന് അപ്പോൾ മോഹന് മനസ്സിലാകും. उसे अपनी आदत पर पछतावा होगा और संभवतः वह भविष्य में कभी झूठ बोलने से तौबा कर ले. അപ്പം എന്താണ് ഉസെ അപ്പിനി ആദത്ത് പർ അങ്ങനെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു സ്വഭാവം താൻ കാണിച്ചതിൽ അല്ലെ, അങ്ങനെ ഒരു അബദ്ധം കാണിച്ചതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. അന്ന് ഞാൻ അങ്ങനെ നുണ പറയരുതായിരുന്നു, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്, യഥാർത്ഥ പെയിൻ വന്നിട്ട് പോലും ആരും വിശ്വസിക്കാതിരിക്കുന്നത് ഇതുകൊണ്ടാണല്ലോ എന്ന് ഓർത്തിട്ട് അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഓർത്തിട്ട് പശ്ചാത്തപിക്കേണ്ടി വരും. പിന്നെ ഭാവിയിൽ ഒരിക്കലും ഞാൻ നുണ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിനകത്ത് തന്നെ ശരിക്കും അയ്യോ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല, കള്ളം കാണിക്കില്ല എന്ന് ഒരു തീരുമാനമെടുക്കാനും ഈ ഒരു സംഭവം തന്നെ മതിയാകും അല്ലേ. ഇനി ഇതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പാടുമേം ആയി വാക്യ ലോച്ചാ ലോച്ചാ ഫിരെ ഹേ के बदले ढीला ढाला हो गया है या बहुत कमजोर हो गया है लिखा जा सकता है. लेकिन लेखक ने संवाद में विशेषता लाने के लिए बोलियों के रंग ढंग का उपयोग किया है. इस पाठ में इस तरह की अन्य पंक्तियाँ भी है जैसे. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സംവാദമേം വിശേഷത ലാനിക്കയിലെ അല്ലേ, ആ ഒരു കോൺവെർസേഷനകത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്താണ് ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ കവി അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. इतनी नई नई बीमारियां निकली है, राम मारी बीमारियों ने तंग कर दिया, तेरे पेट में तो बड़ी धाड़ी है. അപ്പം ഇങ്ങനെയുള്ള വരികൾ നോക്കൂ, ഈ വരികളിലൊക്കെ പ്രത്യേകതകൾ നോക്കൂ. അപ്പം അനുമാൻ ലഗാവോ ഇൻ പങ്ക്തിയോം കോ ദൂസരെ ഡംഗ് സെ കേസെ ലിഖാ ജാ സക്താ ഹെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വരികളെ മറ്റൊരു രീതിയിൽ നമ്മുടെ സാധാരണ ആ ഒരു വിശേഷതയൊന്നുമില്ലാതെ ഇത് സിമ്പിൾ സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പം इतनी नई नई बीमारियां निकली है, राम मारी बीमारियों ने तंग कर दिया, तेरे पेट में तो बड़ी दाढ़ी है. ഈ പറയുന്ന ഈ സെൻറ്റൻസിനകത്ത്
ഇതേ അർത്ഥം വരുന്ന നമുക്ക് സെൻറ്റൻസ് മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്തി നയി നയി ബീമാരിയാം നികലി ഹെ. ഇത്തനി, അതിനാണ് ഇത്തി എന്നുള്ള വാക്ക് അല്ലേ. നമ്മൾ നാട്ടുഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്ലാങ് ഉണ്ട്, അത് അവർക്ക് മാത്രം സ്വന്തമായിരിക്കും, ആ നാടിൻ്റെ മാത്രം, ആ പ്രദേശത്തിൻ്റെ മാത്രം അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ലാങ് ഒക്കെയാണ് ചില ഭാഷകളിൽ കാണുന്നത്. ഇത്തിനി നയി നയി ബീമാരിയാം നികലി ഹെ, അതാണ് ആ സെൻറ്റൻസ്. രാം മാരി ബീമാരിയോം നെ തങ്ക് കർ ദിയ. ആ സെൻറ്റൻസ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇൻ ബീമാരിയോം നെ പരേഷാൻ കർ ദിയ ഹെ അല്ലേ. ഈ അസുഖമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. इन बीमारियों ने परेशान कर दिया है. थर्ड वन, तुम तो बहुत चालाक हो अल्ले. तेरे पेट में तो बड़े दाढ़ी है എന്നുള്ള സെന്റൻസ് തും തോ ബഹുത് ചാലാക് ഹോ എന്നാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. തും തോ ബഹുത് ചാലാക് ഹോ എന്നുള്ളതിനാണ് പകരമാണ് ഇവിടെ ഇങ്ങനെയൊരു പദപ്രയോഗം കവി നടത്തിയിരിക്കുന്നത്. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. मान लो कि तुम मोहन की तबीयत पूछने जाते हो, तुम अपने और मोहन के बीच की बातचीत को संवाद के रूप में लिखो. അപ്പം നമ്മൾ ശരി മോഹൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. എന്നിട്ട് മോഹൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന് വയ്യ എന്നറിഞ്ഞിട്ട് നമ്മൾ അവനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പം അപ്പിനെ ഓർ മോഹൻ കെ ബീച്ച് അല്ലേ, നമ്മളും അല്ലെങ്കിൽ നിങ്ങളും മോഹനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ബാത്ചീത്ത്, അതായത് അവിടെ ചെന്നിട്ട് അസുഖങ്ങളൊക്കെ എന്തായി, മാറിയോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്വേഷിക്കുന്നത് കോൺവെർസേഷൻ്റെ രൂപത്തിൽ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉത്തരാണിത്. മീം അരെ മോഹൻ കേസേ ഹോ ക്യാ ഹുവാ ഹേ തുമേം. അപ്പം ഞാൻ അല്ലേ ചെല്ലുന്ന ആള് മോഹൻ്റെ ഫ്രണ്ട് ആരാണ്, നമ്മൾ കാണാൻ ചെന്നു. അപ്പോൾ പറയാണ്, ആ മോഹൻ എങ്ങനെയുണ്ട്, എന്ത് പറ്റിയിടാ നിനക്ക്? മോഹൻ കുച്ച് നഹി ബായി, ബസ് പേട്ട് മേം ഏസെ ഏസെ ഹോ റഹാ ഹേ. ഒന്നും പറയണ്ട അല്ലേ, എന്താണ് എൻ്റെ വയറ്റിനകത്ത് ഏസെ ഏസെ ഹോ റഹാ ഹേ. മേ ഏസെ കേസെ ഏസെ കേസെ. മോഹൻ ബസ് ഏസെ ഏസെ. മേം ഡോക്ടർ को दिखाया, നീ ഡോക്ടറെ കാണിച്ചോ? മോഹൻ ഡോക്ടർ को भी दिखाया और वैद्य की भी दवा मिली है गाने को. അപ്പോൾ ഡോക്ടറെയും കാണിച്ചു, വൈദ്യരും വന്ന് നോക്കി, മരുന്നൊക്കെ തന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. മേം ക്യാ കഹ ഉനോനെ, അവരൊക്കെ എന്താ പറഞ്ഞത്? മോഹൻ ഉനോനെ ഖബ്ജ ഓർ ബദ്ഹജ്മി ബത്തായ, അവരൊക്കെ എന്താ പറഞ്ഞത്? ഇത് എന്താണ്, ഡൈജഷൻ ആവാത്തതുകൊണ്ടുള്ള, പിന്നെ വയറ് ക്ലീൻ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. में ठीक है, दवा खाओ और जल्दी ठीक होने की कोशिश करो, कल से स्कूल खुल रहा है, याद है ना. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ശരി, അപ്പോൾ മരുന്നൊക്കെ സമയത്തിന് കഴിക്കൂ, എന്നിട്ട് ഇത് പെട്ടെന്നൊക്കെ അസുഖമൊക്കെ മാറ്റാനായിട്ട് ട്രൈ ചെയ്യൂ, നാളെ സ്കൂൾ തുറക്കുകയല്ലേ, ഓർമ്മയില്ലേ? മോഹൻ हाँ हाँ याद है, അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട്. मैं अब मैं चलता हूँ, हल स्कूल जाते समय आऊँगा, अगर पेट ठीक हो जाए तो तुम भी तैयार रहना. അപ്പം ഓക്കെ ശരി, ഞാൻ പോവാണ്, നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം, നിന്റെ വയറൊക്കെ ശരിയായി നിനക്ക് അസുഖമൊക്കെ മാറിയെങ്കിൽ നീ റെഡി ആയിട്ട് നിൽക്കണം. മോഹൻ അച്ഛാ ഭായ് ധന്യവാദ്, ഓക്കെ ശരിയടാ എന്നാലേ ഭായ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ആ കോൺവെർസേഷൻ. ഇതിലെ ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ ആണ്. संकट के समय के लिए कौन कौन से नंबर याद रखे जाने चाहिए? ऐसे वक्त में पुलिस, फायर ब्रिगेड और डॉक्टर से तुम कैसे बात करेंगे, कक्षा में करके बताओ. ഇപ്പം സംഘട്ട് കെ സമയം, ഒരു സംഘടന നടക്കുമ്പോൾ, ഒരു പ്രോബ്ലം നടക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ആരുടെയൊക്കെ നമ്പറാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന ചില ഫോൺ നമ്പർ ഏതൊക്കെയാണ്? പിന്നെ ऐसे वक्त में पुलिस, फायर ब्रिगेड और डॉक्टर से तुम कैसे बात करेंगे, നമ്മൾ പോലീസിനെയാണ് പെട്ടെന്ന് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പോലീസിനെ വിളിക്കേണ്ടി വരും, ചിലപ്പോൾ ഫയർ ബ്രിഗേഡിനെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കക്ഷാമയും കർക്കെ ബത്താവോ, ക്ലാസ്സിനകത്ത് അത് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, അതിൻ്റെ ആൻസർ നോക്കാം. संकट के समय पुलिस, फायर ब्रिगेड और
ഹോസ്പിറ്റൽ एवं ചികിത്സക് के നമ്പർ യാദ് रखे जाने चाहिए. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പം അല്ലെങ്കിൽ ഇപ്പം ടൗണിലാണെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെട്ടു, പെട്ടെന്നാണ് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ മുന്നിൽ അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിന് കോൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ചെന്നു പെട്ടെന്ന് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി, അപ്പോൾ നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിക്കേണ്ടതായിട്ട് വരും അല്ലേ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോണ്ട് ഭയങ്കര വഴക്ക് അടിപിടി, പോലീസിനെ വിളിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് ചിലപ്പം ആവശ്യമായിട്ട് വരും. ആ സമയത്ത് पुलिस, फायर ब्रिगेड और हॉस्पिटल एवं ചികിത്സക് के നമ്പർ യാദ് रखे जाने चाहिए. നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പോലീസ് की നമ്പർ 100 എന്നുള്ളതാണ് പോലീസ് की നമ്പർ 100. ഫയർ ബ്രിഗേഡ് की 101 അല്ലേ, 101 എന്നുള്ളതാണ് ഫയർ ബ്രിഗേഡിൻ്റെ നമ്പർ. ആംബുലൻസ് की 102, एम्बुलेंस की 102, फायर ब्रिगेड की 101, पुलिस की 100. അപ്പം ഇതാണ് നമ്പർ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. यदि कोई वारदात होती है तो पुलिस को जानकारी देंगे. यदि आग लगती है तो फायर ब्रिगेड को खबर देंगे അല്ലെ. എന്തെങ്കിലും ഇഷ്യൂസ്, ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോലീസിനെ വിളിക്കുക. അല്ലെങ്കിൽ ആ തീ പിടിച്ച് ആഗ് ലഗ്തി ഹേ തോ അല്ലേ, തീ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഫയർ ബ്രിഗേഡിനെ കോൾ ചെയ്യാം. യദി കൊയ് ബിമാരി ഹേത്തോലെ വല്ല അസുഖമായിട്ട് ആരെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണെങ്കിൽ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. हम इनसे नम्र स्वभाव में प्रार्थना करते हुए ബാത്തേം കരേങ്കെ. അപ്പം നമ്മൾ അവരോട് ഫോൺ ചെയ്തിട്ട് അതെ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര അധികാരത്തിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര വിനയത്തോടു കൂടി നമ്മൾ അവരോട് അപേക്ഷിക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് അല്ലേ. ഇത് ഇവിടെ ഇങ്ങോട്ട് സംഭവം ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ, അങ്ങനെ താഴ്മയായിട്ട് വേണം ഇവരോടൊക്കെ സംസാരിക്കാനായിട്ട്. ഹം ഉനേം ഗർക്ക പഥ ബതാദേങ്കെ. നമ്മൾ എന്തായാലും അവർക്ക് ഇപ്പം നമ്മൾ വീട്ടിനകത്താണെങ്കിൽ ആ ഒരു ഏരിയയിലാണെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് നമ്മൾ തീർച്ചയായും അവർക്ക് കൊടുത്തിരിക്കണം, അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. उनसे शीघ्र आने के लिए कहेंगे. അവരോട് പെട്ടെന്ന് വരാനായിട്ട് പറയണം. डॉक्टर को मरीज की बीमारी के लक्षण बता देंगे ताकि वह आवश्यक दवा साथ ला सके. ഡോക്ടറെയാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? മരീസ് കി ബീമാരിക്ക് ലക്ഷൺ ബത്താ ദേങ്കെ. ആ രോഗിയുടെ മരീസ് എന്താണ്? രോഗി അല്ലേ. ആ രോഗിയുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയണം അല്ലേ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ എന്ത് അസുഖം കൊണ്ടാണ് അയാൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഡോക്ടറോട് പറയണം. എങ്കിൽ മാത്രമേ ഡോക്ടർ വരുമ്പോൾ ആവശ്യക ദവ സാത്ത് ലാ സഖേ, ആവശ്യമുള്ള മരുന്നുകൾ കൂടെ കൊണ്ടുവരികയുള്ളൂ അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് കുറച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരേക്കും ആൾക്ക് ആപത്തൊന്നും സംഭവിക്കാതെ രക്ഷിക്കാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ രോഗിയുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അല്ലേ, അതിനെക്കുറിച്ച് കൂടി ഡോക്ടറോട് പറയണം. എങ്കിലേ ആവശ്യമുള്ള മരുന്നുകളും ഡോക്ടർ കൂടെ കൊണ്ടുവരികയുള്ളൂ. അപ്പം ഇത്രയാണ് പോലീസിനെ കുറിച്ചും അതുപോലെ ഡോക്ടറെ കുറിച്ചും ഫയർഫോഴ്സിനെ കുറിച്ചും അവരുടെ നമ്പറും ഒക്കെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവരേക്ക് കോൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ കോൾ ചെയ്ത് വളരെ വിനയത്തോടു കൂടി സംസാരിക്കണം. അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ऐसा होता तो क्या होता अले, ऐसा होता तो क्या होता. मास्टर स्कूल का काम तो पूरा कर लिया है. मोहन हाँ मेम सिर हिलाता है. അപ്പം അതായത് മാസ്റ്റർ ചോദിക്കുകയാണ്, മോഹൻ നീ സ്കൂളിലെ കാര്യങ്ങളൊക്കെ സ്കൂളിലെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ഹാ മേ സിർ ഹിലാത്ത ഹെ, അതായത് എന്ന് പറഞ്ഞിട്ട് തലയാട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയെന്ന്. മോഹൻ ജി സബ് കാം പൂരാ കർ ലിയാ ഹെ, ഞാൻ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി. ഈ സ്ഥിതി മേം നാടകാന്ത് ക്യാ ഹോത്താ ഹെ, അതായത് ക്യാ ഹോത്താ ലിഖോ. നമ്മൾ ഇങ്ങനെയൊരു സ്ഥിതിയിൽ ഈ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മാറ്റി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് മോഹന് പെയിൻ ഉണ്ട്, ഹോംവർക്ക് ചെയ്തപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇങ്ങനെയൊരു എൻഡ് ഉണ്ടായത്. അതേസമയം മോഹൻ എല്ലാം കംപ്ലീറ്റ് ആക്കി, ഒന്നും ഇനി ചെയ്യാനില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആക്ച്വൽ പെയിന് തന്നെയാണ് അതല്ലേ, വയറുവേദന അഭിനയിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഈ കഥയുടെ അവസാനം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്.
आंसर നോക്കാം. ऐसी स्थिति में मास्टर जी समझ जाते कि सचमुच दर्द है. ഈ ഒരു അവസ്ഥയിൽ മാസ്റ്റർ ജിക്ക് മനസ്സിലാകും ഇത് ഒരു യഥാർത്ഥ വേദനയാണെന്നല്ലേ. वह मोहन के माता पिता को उसका ठीक से इलाज करने की सलाह देते हैं. അപ്പോൾ മോഹൻ്റെ അച്ഛനും അമ്മയോടും മാസ്റ്റർ പറയും അവന് നല്ലോണം വയറ് വേദനിക്കുന്നുണ്ട് തോന്നുന്നു, അപ്പോൾ ശരിയാണ്, അവന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇല്ലേ, ഇലാജ് കർണേക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഉപദേശങ്ങളായിരിക്കും മാസ്റ്റർ മോഹൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത്. കാരണം അവൻ അഭിനയിക്കുകയല്ല, അവൻ ഹോംവർക്കൊക്കെ ചെയ്തു, അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ മീനിങ്. മോഹനെ കേല ഓർ സന്തറ നഹി ഖായ. മോഹൻ പഴവും ഓറഞ്ചും കഴിച്ചില്ല. തേർഡ് വൺ, മോഹനെ ക്യാ ഖായ. മോഹൻ എന്താണ് കഴിച്ചത്? മോഹൻ കേല ഓർ സന്തറ ഖാവോ. മോഹൻ കേല ഓർ സന്തറ ഖാവോ. മോഹൻ നീ പഴവും ഓറഞ്ചും കഴിക്കൂ. അപ്പം ഈ 4 സെൻറ്റൻസും നമുക്ക് നോക്കുമ്പം ഏതാണ്ട് ഒരുപോലെ തോന്നുമെങ്കിലും ഇത് 4ൻ്റെയും അർത്ഥം മീനിങ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഉപയുക്ത വാക്യോ മേം സേ പെഹല വാക്യ ഏകാംഗി സേ ലിയാ ഗയാ ഹെ. അപ്പം ഈ മുകളിൽ തന്നിട്ടുള്ള 4 വാക്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വാക്യം ഏകാംഗിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കി 3 വാക്യ ദേഖിനെ മേം പെഹലെ വാക്യസെ മിൽത്തെ ജുൽത്തെ ഹെ അല്ലേ. ആദ്യം പിന്നീട് തന്നിട്ടുള്ള 3 വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ ഇരിക്കുമെങ്കിലും പർ ഉൻകെ അർത്ഥ അലഗ് അലഗ് ഹെ, അതിൻ്റെ മീനിങ് വ്യത്യസ്തമാണ്. पहला वाक्य किसी कार्य या बात के होने के बारे में बताता है. ആദ്യത്തെ വാക്യം കിസി കാര്യ യാ ബാത്ത് കെ ഹോനെ കെ ബാരെ മേം, ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം അത് നടന്നതായിട്ട് ഒരു കാര്യം സംഭവിച്ചതായിട്ടാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസെ വിധിവാചക് വാക്യ കഹത്തെ ഹെ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞതായിട്ട്, ഒരു കാര്യം സംഭവിച്ചതായിട്ട് പറയുന്നതിനെ ആണ് വിധിവാചക് വാക്യ എന്ന് പറയുന്നത്. ദൂസരെ വാക്യ ക സംബന്ധ് ഉസ് കാര്യക്കെ ന ഹോനെ സേ ഹെ ഇസിലിയെ ഉസെ നിഷേധാത്മക വാക്യ കഹത്തെ ഹെ. ഇനി രണ്ടാമത്തെ ദൂസരെ വാക്യോ സംബന്ധ് ഉസ് കാര്യക്കെ ന ഹോനെ സേ, ഇസിലിയെ അത് നിഷേധാത്മക വാക്യാണ് അല്ലേ. ആ കാര്യമായിട്ട് ബന്ധമില്ലാത്തത്, ഞാനത് കഴിച്ചില്ല, ഞാനത് ചെയ്തില്ല, ഞാൻ അവിടെ പോയില്ല, അപ്പം അതുമായിട്ട് ബന്ധമില്ല, അത് നിഷേധിക്കുകയാണ് നെഗറ്റീവായിട്ട് പറയുന്നത്. അപ്പം നിഷേധ കാ അർത്ഥ നഹി യാ മനാഹി ഹോത്താ ഹെ, നിഷേധോ അല്ലെങ്കിൽ മനാഹി അല്ലേ. तीसरे वाक्य में इसी बात को प्रश्न के रूप में पूछा जा रहा है. तीसरे वाक्य में മൂന്നാമത്തെ വാക്യത്തിൽ इसी बात को ഈ കാര്യത്തിന് പ്രശ്ന के रूप में पूछा जा रहा है, ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ऐसे वाक्य प्रश्नवाचक कहलाते हैं. ഇങ്ങനെയുള്ള വാക്യങ്ങൾ പ്രശ്നവാചക വാക്യങ്ങൾ എന്നാണ് പറയുന്നത്. चौथे वाक्य में मोहन से उसी कार्य को करने के लिए कहा जा रहा है. 4th സെൻറ്റൻസ് എന്ന് പറയുന്നത് മോഹനോട് ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അല്ലേ. നീ ഓറഞ്ചും പഴവും കഴിക്കൂ എന്ന് പറയുകയാണ്. അപ്പം ഇസ്ലിയെ ഉസെ ആദേശ് വാചക് അല്ലേ, അതിന് ആദേശ് വാചക് വാക്യ എന്നാണ് പറയുന്നത്. ആകെ ഏക് വാക്യ ദിയാ ഗയാ ഹെ ഇസ്കെ ബാക്കി 3 रूप തും സോച്ച്കർ ലിഖോ. അപ്പം താഴെ ഒരു വാക്യത്തിൻ്റെ ഒരു രൂപം തന്നിട്ടുണ്ട്, അതിൻ്റെ മറ്റ് 4 രൂപങ്ങൾ എഴുതാനാണ് പറയുന്നത്. ബത്താന റൂദ്നെ കപ്പടെ അൽമാരിമേം രഖേ. ഇവിടെ വിധിവാചകാണത്, അതായത് റൂദ്നെ കപ്പടെ അൽമാരിമേം രഖേ വിധിവാചക് വാക്യം. അതിൻ്റെ നിഷേധവാചകോ നഹി മന കർണ പൂച്ഛന, അതായത് പ്രശ്ന, ആദേശ് ദേന അതായത് ആദേശ് വാചക് വാക്യ. ഇത് നമ്മൾ 3 എഴുതണം. ആൻസർ നോക്കൂ. അതിൻ്റെ നിഷേധ വാചക് റൂദ്നെ കപ്പടെ അൽമാരിമേം നഹി രഖേ, നിഷേധവാചക് അല്ലേ. പിന്നെ അതിൻ്റെ പ്രശ്നവാചകോ ക്യാ റൂദ്നെ കപ്പടെ അൽമാരിമേം രഖേ. ഇനി അതിൻ്റെ ആദേശ് വാചക് എന്താണ്? റൂദ് കപ്പടെ അൽമാരിമേം രഖോ, റൂദ് കപ്പടെ അൽമാരിമേം രഖോ അല്ലേ, ഡ്രസ്സൊക്കെ അൽമാരിയിൽ വെക്കൂ. അപ്പം ഇതാണ് വിധിവാചക് വാക്യ, നിഷേധാത്മക വാക്യ, പ്രശ്നവാചക് വാക്യ, ആദേശ് വാചക് വാക്യ. അപ്പം നമ്മൾക്ക് ഈ ഗ്രാമറിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വാക്യാണ്, വാക്യക്കെ ഭേദാണ്. അപ്പോൾ വാക്യ എന്താണ്, വാക്യക്കെ ഭേദ് എന്താണ്, ഈ 4 വാക്യത്തിൻ്റെ ഭേദിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. वाक्य शब्दों के एक सार्थक समूह
जिससे वक्ता का भाव स्पष्ट हो जाए उसे वाक्य कहते हैं. എന്താണ് വാക്യ? ശബ്ദം. ഒരു വാക്യം എന്ന് പറയുന്നത് ശബ്ദം കെ ഏക് സാർത്ഥക സമൂഹ, ശബ്ദങ്ങളുടെ ഒരു സാർത്ഥകമായിട്ടുള്ള അല്ലെ ഒരു അർത്ഥവത്തായിട്ടുള്ള സമൂഹത്തിനെ ജിസ്സെ വക്താ കാ ഭാവ് അല്ലെ വക്താവിന്റെ അല്ലെങ്കിൽ അത് പറയാൻ ഉദ്ദേശിച്ച ആളിന്റെ ഭാവ് സ്പഷ്ട ഹോ ജായേ, അതിന്റെ ഭാവം സ്പഷ്ടമാക്കാനായിട്ട് സാധിക്കും. ഉസേ വാക്യ കഹത്തെ ഹെ, അതിനെയാണ് വാക്യ എന്ന് പറയുന്നത്. അപ്പം എന്താണ് വാക്യം എന്ന് പറയുന്നത്? ശബ്ദോം കെ ഏക് സാർത്ഥക സമൂഹ ജിസ്സെ വക്താ കാ ഭാവ് അല്ലെ അത് പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അത് പറഞ്ഞ ആളിന്റെ ആ ഭാവം അല്ലെ അയാൾ എന്താണ് ഉദ്ദേശിച്ചത് അത് സ്പഷ്ടമാക്കാനായിട്ട് ആ വാക്യത്തിലൂടെ സാധിക്കുന്നു. ഉസേ വാക്യ കഹത്തെ ഹെ, അതിനെയാണ് വാക്യ എന്ന് പറയുന്നത്. अर्थ के आधार पर वाक्य के भेद. ഇനി अर्थ के आधार पर वाक्य के 8 भेद होते हैं. നമ്മൾ ഇവിടെ ഒരു 4 ഭേദമാണ് പഠിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വിധിവാചകം, നിഷേധവാചകം, പ്രശ്നവാചകം, ആദേശവാചകമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ട് अर्थ के आधार पर वाक्य के भेद ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വിധാൻ വാചക വാക്യ. വിധാൻ വാചക വാക്യ, വിധിവാചക വാക്യ. അപ്പം ഈ വിധിവാചക വാക്യത്തിന് തന്നെയാണ് വിധാൻ വാചക വാക്യ എന്നും പറയുന്നത്. वह वाक्य जिससे किसी प्रकार की जानकारी प्राप्त होती है वह विधान वाचक वाक्य कहलाता है. वह वाक्य जिससे किसी प्रकार की जानकारी അല്ലേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു സെന്റൻസ് ആയിരിക്കും. വഹ് വിധാൻ വാചക വാക്യ കഹലാത്ത ഹെ, അതിനെയാണ് വിധാൻ വാചക വാക്യ അല്ലെങ്കിൽ വിധി വാചക വാക്യ എന്നും പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കാം. വിധി വാചക വാക്യത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. രാധ പഠത്തി ഹെ, മേരാ കാം ഖത്മ ഹോ ഗയാ ഹെ അല്ലേ, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, എൻ്റെ ജോലി തീർന്നു. മേരെ പിതാ കാ നാം രാജേഷ് ഹെ, എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷാണ്. ഭാരത് ആസാദ് ദേശ് ഹെ. അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്നും ഈ ഒരു വാക്യത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെ कोई जानकारी प्राप्त होती है तो इस तरह का वाक्य विधान वाचक या विधिवाचक वाक्य भी कहते हैं. इनी सेकंड वन निषेधवाचक वाक्य. निषेधवाचक वाक्य जिन वाक्यों से कार्य न होने का भाव प्रकट होता है. ഈ വാക്യത്തിലൂടെ കാര്യം നടന്നിട്ടില്ല, കാര്യം സംഭവിച്ചിട്ടില്ല, ആ കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഭാവമാണ് സ്പഷ്ടമാകുന്നത്. ഉനിയും നിഷേധവാചക വാക്യ കഹത്തെ ഹെ, അതിനെയാണ് നിഷേധവാചക വാക്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കൂ. മേ ആജ് ഖാന നഹി ഖാഊംഗാ, വഹ് ആജ് സ്കൂൾ നഹി ജായേഗാ, रोहन मेरे साथ नहीं चलोगे, उसने आज गृह कार्य नहीं किया അല്ലേ. അപ്പോൾ എല്ലാം നഹി, ഇതെന്താണ്? ഇത് നിഷേധാർത്ഥകമായിട്ട് സൂചിപ്പിക്കുന്ന വാക്കാണ് അല്ലെ. നഹി, ന, മത്ത്. അപ്പൊ അതൊക്കെ വരുന്നതാണ് നിഷേധവാചക, നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലെ. ചെയ്തിട്ടില്ല, ചെയ്യില്ല, വരില്ല, പോകില്ല, കണ്ടില്ല, കേട്ടില്ല. അപ്പൊ ഏത് വാക്യത്തിലാണോ ആ കാര്യം നടന്നിട്ടില്ല അല്ലെ, കാര്യം ന ഹോനെ കാ ഭാവ് പ്രകട ഹോതാ ഹെ ഉസേ നിഷേധവാചക വാക്യ കഹത്തെ ഹെ. പ്രശ്നവാചക വാക്യ. നെക്സ്റ്റ് ഇതാണ് പ്രശ്നവാചക. വഹ് വാക്യ ജിസ്കെ ദ്വാര കിസി പ്രകാർ പ്രശ്ന കിയാ ജാതാ ഹെ. ഈ വാക്യം എന്ന് പറയുന്നത് ജിസ്കെ ദ്വാര കിസി പ്രകാർ പ്രശ്ന, ആരെങ്കിലും മുഖേന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. ഈ സെന്റൻസ് എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ ആയിരിക്കും, ആരോടെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചോദിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സെന്റൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻ ആയിരിക്കും. വഹ് പ്രശ്നവാചക വാക്യ കഹലാത്താ ഹെ. എക്സാമ്പിൾ നോക്കിയാലോ. പഞ്ചാബ് കി രാജധാനി ക്യാ ഹെ. ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്യാ ഹെ അല്ലെ, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. संसार में कितने सागर है, क्या तुमने खाना खा लिया.
ക്വസ്റ്റ്യൻ വാചകം ഉണ്ട്, ക്യാ, കിത്തിനെ, ക്യാ, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അത് കണ്ടാൽ തന്നെ അത് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം. അപ്പം അതാണ് പ്രശ്നവാചക്. ഇനി ആജ്ഞാവാചക് വാക്യ യാ ആദേശ് വാചക് വാക്യ. അപ്പോൾ ആദേശ് വാചക് വാക്യത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആജ്ഞാവാചക് വാക്യ. വഹ് വാക്യ ജിസ്കെ ദ്വാര കിസി പ്രകാർ की आज्ञा दी जाती है या प्रार्थना की जाती है वह विधि सूचक वाक्य कहलाता है. അപ്പോൾ ഈ ആജ്ഞാവാചക് അല്ലെങ്കിൽ ആദേശ് വാചക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്യം ജിസ്കെ ദ്വാര കിസി പ്രകാർ की आज्ञा, കിസി പ്രകാർ की ആജ്ഞ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആജ്ഞ അല്ലെ, അതായത് കമാൻഡ്, റിക്വസ്റ്റ്, പിന്നെ ദി ജാത്തി ഹെ യാ പ്രാർത്ഥന കി ജാത്തി ഹെ. പ്രാർത്ഥന മീൻസ് റിക്വസ്റ്റ്, റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമാൻഡ് ആയിട്ടോ ഓർഡർ ആയിട്ടോ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നതാണ്. വഹ് വിധി സൂചക് വാക്യ കഹലാത്ത ഹെ. അപ്പോൾ ആജ്ഞയായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടോ അല്ലെ, റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമാൻഡ് ആയിട്ടോ പറയുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ജൽദി ദർവാസ ഖോലോ, ജൽദി ദർവാസ ഖോലോ. पापा आप जल्दी आना, बच्चों शोर मत मचाओ, सब अपने जगह पर बैठ जाइए, राम जाकर पढ़ाई करो അല്ലേ. ഒരു ഓർഡർ പോലെയോ അല്ലെങ്കിൽ പ്രാർത്ഥന പോലെ റിക്വസ്റ്റ് പോലെയോ ഒക്കെ നമുക്ക് ഈ സെൻറ്റൻസിനെ കണക്കാക്കാം. അപ്പോൾ ഇതാണ് ആജ്ഞാവാചക് അല്ലെങ്കിൽ ആദേശ് വാചക് വാക്യ എന്ന് പറയുന്നത്. അപ്പോൾ വാക്യത്തിൻ്റെ ഭേദമാണ് നിങ്ങൾക്ക് ഈ ഭാഷാ കി ബാത്തിൽ, ഈ ലെസണിൽ എസ് എന്നുള്ള ലെസണിൽ ഭാഷാ കി ബാത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാക്യക്കെ ഭേദാണ്. വാക്യക്കെ ഭേദിൽ നിങ്ങൾക്ക് വിധിവാചക്, നിഷേധവാചക്, പ്രശ്നവാചക്, ആദേശ് വാചകാണ് ഉള്ളത്. ഓക്കെ, അപ്പം അത് നല്ലോണം നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ ഇതാക്കി കാണുക, സ്ക്രോൾ ചെയ്ത് കാണുക. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.